വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. നിങ്ങൾക്ക് കാവലിരിക്കണമെന്ന് അറിയണോ? ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പോണില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ പിണറായിയുടെ എത്ര പോലീസിനെ ഉപയോഗിച്ചാലും ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് അത് ചെയ്തിരിക്കും. കൊച്ചു കുട്ടികളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത പോലീസാണ്. ഞങ്ങൾ 5 വനിതകൾ വന്നപ്പോ ഞങ്ങളെ തടയാൻ ഇത്രയും പോലീസ്. നാണമില്ലേ പോലീസറെ? നിങ്ങൾക്ക് നാണമില്ലേ? ഇതിനെക്കാട്ടി നിങ്ങൾ പിണറായിയുടെ വീട്ടിൽ അടിവേല ചെയ്താൽ മതി, അടിമപ്പണി ചെയ്താൽ മതി. അതാണ് ഏറ്റവും വലിയ ഉചിതം. നിങ്ങൾക്ക് കുട്ടികളുണ്ട്, നിങ്ങൾ അമ്മമാരാണ്. ഒരു കുട്ടിക്ക് വേദനിച്ച അമ്മയായ നിങ്ങൾക്ക് വേദനിക്കണം. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു വേദനയില്ല. ഞങ്ങളെ തടയാൻ മാത്രം നിങ്ങൾക്ക് ആ ഉച്ചിരി ഇന്നലെ കാണിക്കാത്തത് നിങ്ങൾ ഇവിടെ, നിങ്ങൾ ആ ഉച്ചിരി ഇവിടെ കാണിക്കാത്തത്. ആ ഉച്ചിരി കാണിച്ചെങ്കിൽ അഭിമാനം ഉണ്ടായിരുന്നാണ്. വനിതാ പോലീസ് പേടി. ആരെ പേടിക്കുന്ന? പിണറായിയെ പേടിക്കുന്നേ. ഞങ്ങളും ഇന്ന് ഇവിടെ ഇരിക്കും. ഞങ്ങളിന്ന് ആ ഒട്ടൊരു ചേട്ടൻ തന്നെ പറയുന്നു, നടത്തുന്ന ഒരു പരിപാടിയാണ്. എന്തുകൊണ്ട് ഇത്രയും നാളെ നിങ്ങൾ ഉറങ്ങിപ്പോയെന്നാണ് ഞങ്ങളടുത്ത് ചോദിച്ചത്. ഈ പോലീസ് 4 വശത്തും ബാരിക്കേഡ് തീർത്തിരിക്കുന്നത് എന്തിനു വേണ്ടി? ആരെ സംരക്ഷിക്കണം? ചോദിക്കണം. കുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ ഇവിടുത്തെ ഈ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഈ ഭരണസമിതിയെ എത്രയും പെട്ടെന്ന് പിരിച്ചുവിട്ട് പുതിയൊരു ഭരണസമിതിയെ നിലനിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കാര്യങ്ങളിലേക്ക് നീങ്ങണം എന്നാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ. ഏതായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 5 പേർ ഇരുന്ന് ഇവിടെ പ്രതിഷേധിക്കുന്നത്. നേരത്തെ ബാരിക്കേഡ് ഉയർത്തി പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിച്ചെങ്കിലും ഒരു ഭാഗത്ത് ഗാന്ധി ഭവന്റെയും അതുപോലെ തന്നെ KSTA ഓഫീസിലേക്ക് ഭാഗത്തൂടെ നുഴഞ്ഞു കയറുകയായിരുന്നു. ആദ്യം എത്തിയ 2 അറസ്റ്റ് കൊണ്ടുപോയി. പിന്നാലെയാണ് ഈ 5 പേർ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോഴിവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോലീസ് പിരിച്ചുവിടുക. അഴിമതിയാണ്, അഴിമതിയാണ്. അവരെന്താണ് അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായിട്ട് സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ സമരം ചെയ്യുന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ബാരിക്കേഡ് മറികടന്നെത്തിയ പ്രസിഡന്റ് മാത്രമാണ് കോർട്ടിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ബാക്കി മുഴുവൻ പേരെയും പോലീസ് കസ്റ്റഡിയിൽ അടഞ്ഞില്ല
ഞങ്ങളെ ഏത് രീതിയിൽ ഉപദ്രവിച്ചാലും തള്ളുന്നെന്തിനാണ് തള്ളുന്നെന്തിനാണ് തള്ളരുത് കാൽവിടി 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 വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ നന്ദി, നമസ്കാരം.